റസൂൽ പൂക്കുട്ടിയെ സജന നല്ല വൃത്തിക്ക് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അയാൾ പേടിച്ചിട്ടാണ് അയാൾ റിയാക്ഷനൊന്നും ഇടാതിരിക്കുന്നത്. മാത്രമല്ല അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ എന്തോ ഒരുപാട് ഹെൽപ്പ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്ത ഒരാൾ അയാൾ ഒരുപാട് ഉപദ്രവിച്ചു എന്നൊക്കെ ഉള്ളതിൽ അയാൾ ഭയങ്കര ഇതിലാണ്. അയാൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, എന്നോട് പറഞ്ഞ അയാളെ ഉപദ്രവിക്കരുത്, അയാളെ കുടുംബത്തിനെ ഉപദ്രവിക്കരുത്. സജന അയാളെ ഒരുപാട് വേദനിപ്പിച്ചു. സജന കാരണം അയാൾക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ സജനെ പോലെ ഒരു ഫ്രോഡ് വന്നിരുന്ന് ഇല്ല അലിഗേഷൻ പറഞ്ഞതിന്റെ പുറത്ത് ഇത്രയും ആളുകൾ പോലീസ് റെയ്ഡ് ഇതുപോലെ ടെസ്റ്റ് റിപ്പോർട്ട് കാണിക്കുക ഇതൊക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ മനുഷ്യനുണ്ടാകുന്നത്. ഹലോ ഗൈസ്, അതെ ഈ 2 ആഴ്ചത്തെ എന്താ പറയാ നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് ഞാൻ വന്നിന്ന് പ്രസ് മീറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നത്. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാണ് ആളുകളെ ബോധ്യപ്പെടുത്തുന്നത്, അതിന്റെ ആവശ്യം എന്താന്നൊക്കെ. യെസ്, ആവശ്യമുണ്ട്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇന്ന് നമുക്കെതിരെ വരുന്ന ആരോപണങ്ങൾ പെട്ടെന്ന് പേടിയോടെയും ഭയത്തോടെയും കാണുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അതിൽ നിന്നൊന്നും പിന്തിരിയാതെ വളരെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോവുക. 2 ആഴ്ചത്തെ എൻ്റെ ജോലികളും നടന്നിട്ടില്ല, അതുകൊണ്ടിട്ട് അതിനകത്ത് വരുമാനം ഉണ്ടായില്ല. പക്ഷെ ഇനി മുതൽ ഞാൻ വിചാരിച്ചു കുറെ ഇന്റർവ്യൂസ് കൊടുക്കുമ്പോഴത്തേക്ക് കുറച്ച് കാശ് കിട്ടുമല്ലോ. ഇപ്പൊ എല്ലാവരും എന്നെ വിളിക്കുന്നുണ്ട്. ഇപ്പൊ ആരുടെയും ബ്ലാക്ക്മെയിൽ ഇല്ല, ഇപ്പൊ ആരുടെയും എന്താ പറയാ ബ്ലോക്കിംഗ് ഇല്ല, ഒന്നുമില്ല. അപ്പം ഞാൻ പ്രസ് മീറ്റ് നടത്തിയ സമയത്ത് ഞാൻ എന്നെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ ഇരുന്നത്. എൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ടിട്ടുള്ള ടെസ്റ്റ് റിപ്പോർട്ട് ഞാൻ എടുത്തു. ഉള്ളൂർ DDRCയിലാണ് ചെയ്തത്. കണ്ണിക്കണ്ട DDRCകളിൽ നിന്ന് നോക്കിയിട്ട് കാര്യമില്ല. ഉള്ളൂർ DDRCയിൽ തന്നെ പോയിട്ട് പ്രത്യേകിച്ച് എന്താ അക്സസ് നമ്പർ 4182ZF009906 ഈ അക്സസ് നമ്പർ തന്നെ വെച്ചാലേ ദിയാസനയുടെ പ്രൊഫൈല് ദിയാസനയുടെ റിപ്പോർട്ട് ഓൺ ആവത്തുള്ളൂ. പിന്നെ ഹൈ ക്വാളിറ്റി ഓഫ് ടെസ്റ്റുകളുണ്ട്. അതിന് അത് ചെയ്യാനത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് DDRC പോലുള്ള സ്ഥലത്തല്ല ചെയ്യുന്നത്. അത് ഗവൺമെന്റ് ആയിട്ടുള്ള മെഡിക്കൽ കോളേജുകളിൽ SUT പോലുള്ള ഹോസ്പിറ്റലുകളൊക്കെയാണ് അത് ചെയ്യുന്നത്. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹെൽത്തിന് ബോഡി കണ്ടീഷൻ വീക്കാവുന്ന സാഹചര്യത്തിൽ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിന്റെ നിർദ്ദേശപ്രകാരം ഫിറ്റ്നസ്സുമായി ബന്ധപ്പെട്ട അതിന്റെ നിർദ്ദേശപ്രകാരമുള്ള ടെസ്റ്റ് ഹെൽത്ത് വൈസ് ആ ടെസ്റ്റിന് വേണ്ടിയിട്ടായിരിക്കും അതിന്റെ പ്രിപ്പറേഷനോട് കൂടിയുള്ള ഇത് കൊടുക്കണം. എന്താ പറയാ ഡോക്ടർ കൺസൾട്ടിങ് പേപ്പർ കൊടുക്കണം. എന്നാൽ അത് ചെയ്യും അതിന്റെ ആവശ്യകത ഉണ്ടെങ്കിൽ. ഇല്ലെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ എന്താ പറയാ ഏതെങ്കിലും തരത്തിലുള്ള വലിയ വലിയ കേസുകൾ വരുന്ന സമയത്ത് അത്രയും വലിയ മാരക ലഹരിക്ക് അടിമയായിട്ടുള്ള ഒരാളാണെന്നുള്ള തോട്ട് ഉണ്ടെങ്കിൽ അവർക്ക് പോലീസുമായി ബന്ധപ്പെട്ട് അതും അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് കൊടുക്കുന്ന റിക്വസ്റ്റിന്റെ പുറത്ത് ഈ പറഞ്ഞ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. തോന്നിയ പോലെ വീട്ടിൽ കുത്തിയിരുന്ന് വെറുതെ വായിട്ടലയ്ക്കുന്ന ഒരു സാധനമല്ല. ഈ അലിഗേഷൻ തുടങ്ങിയ സമയം മുതൽ നല്ല വൃത്തിക്ക് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു കുറെ. കാരണം എങ്ങനെയും പൊതുസമൂഹത്തിന്റെ മുമ്പിൽ നിന്ന് നമ്മൾ കാണിക്കണം, നമ്മൾ ഗിവപ്പ് ചെയ്യരുത് എന്നുള്ള ഉദ്ദേശം തന്നെയായിരുന്നു. പക്ഷെ ഞാൻ അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സജന ഒരു കാര്യം പറഞ്ഞിരുന്നു എന്റെ പോസ്റ്റിന്റെ അടിയിൽ. ഓക്കെ പോട്ടെ, ഈ ടെസ്റ്റ് റിപ്പോർട്ട് അവിടെ കിടക്കട്ടെ, ടെസ്റ്റ് റിപ്പോർട്ടിനെ വിട്. എന്റെ വീട്ടിൽ കയറി എക്സൈസ് കമ്മീഷണറുടെ സ്പെഷ്യൽ റിക്വസ്റ്റ് പ്രകാരമുള്ള ഒരു റെയ്ഡ് ഉണ്ടായിരുന്നു. രാവിലെ 6:30 മണിക്ക് എനിക്ക് മാത്രമല്ല സജനയുടെ സൗഹൃദ വലയത്തിൽപ്പെട്ട പലർക്കും ഉണ്ടായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കുക, സജന എനിക്കെതിരെയാണ് MDMA എന്ന് പറയുന്ന ഒരു ആരോപണം ഉന്നയിച്ചത്. എന്റെ വീട്ടിലാണ് വന്നിരുന്നതെന്നുണ്ടായിരുന്നെങ്കിൽ എനിക്ക് പിന്നെ മനസ്സിലാവും. കാരണം ഈ പബ്ലിക്കിന്റെയൊക്കെ കുറെ ക്വസ്റ്റ്യനും എന്തായാലും സൈബർ എടുത്ത് റസൂൽ പൂക്കുട്ടിയുടെയും സജനയുടെയും വിഷയം മറയ്ക്കാൻ വേണ്ടിയിട്ടിട്ട ആ ഒരു എന്താ അവളുടെ ഒരു ഇത് പവർ അതങ്ങ് സക്സസ് ആയി. അപ്പം എന്റെ വീട്ടിൽ വന്നിട്ട് ഇവരിവിടെ നിന്ന് എഴുതി തന്നിട്ട് പോയതാണ് ക്ലിയർ ചീറ്റ്. ഇത് ക്ലിയർ ചീറ്റ് സർട്ടിഫിക്കറ്റ് ആണ്. എന്റെ വീട്ടിൽ വന്ന് പോയി ഇവിടുന്ന് വ്യാജനൊന്നും കിട്ടിയിട്ടില്ല. എന്നെയും ഒക്കെ പരിശോധിച്ചിട്ടാണ് വളരെ ക്ലിയർ കട്ടായിട്ട് പോയത്. എക്സൈസ് കമ്മീഷണറുടെ സ്പെഷ്യൽ റിക്വസ്റ്റ് പ്രകാരം വന്നതാണ്. മറ്റു പലർക്കും പ്രതികരിക്കാൻ പറ്റിയിട്ടില്ല. കാരണം അവർക്ക് നാണക്കേടുണ്ടേ. ഇതുപോലുള്ള ഒരു ഫ്രോഡ്, ഒരു സജനയെ പോലെ ഒരു ഫ്രോഡ് വന്ന് ഒരു ഫേക്ക് സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്നു. അത് പരാതിയായിട്ട് പോലീസിന് കൈമാറുന്നു. അതിന്റെ പേരിൽ ഒരു അന്വേഷണം വരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഇതെനിക്ക് മാത്രമല്ല പലർക്കും ഒരേ സമയം 6:30 പുലർച്ചെ 6:30 കേട്ടോ, 26-ാം തീയതിയുടെ അന്ന് രാവിലെ 6:30 മണിക്ക് നടന്ന വിഷയമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പം
ഒരു അഭിമാന പ്രശ്നം, ഒരു 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 അന്തസ്സിലുമല്ല ഇത് പറയുന്നത്. വളരെ വളരെ വലിയ രീതിയിൽ നാണം കെട്ട് നിന്ന ഒരു സന്ദർഭമായിരുന്നു അത്. കാരണം ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടൊരു സ്ത്രീ ഒറ്റയ്ക്ക് നിൽക്കുന്ന വീട്ടിൽ പോലീസുകാർ വരുന്നു. പക്ഷെ എന്തുകൊണ്ടോ ആ പോലീസുകാരുടെ സമീപനം എൻ്റെ അടുത്ത് മോശമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. വളരെ നല്ല രീതിയിൽ തന്നെയായിരുന്നു പോലീസുകാരുടെ സമീപനം ഉണ്ടായിരുന്നത്. മേ ബി എൻ്റെ റിയാക്ഷൻ ആയിരിക്കാം, അവർ സംസാരിക്കുമ്പോൾ ഞാൻ കൊടുക്കുന്ന റിയാക്ഷൻ കൊണ്ടായിരിക്കും എനിക്കത് കിട്ടിയിട്ടുണ്ടാവുക. എല്ലാവരുടെ അടുത്തും അതന്നെ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പലരും അവരുടെ പ്രശ്നങ്ങളെ പറ്റിയിട്ട് പലയിടത്തും റെയ്ഡുകൾ നടന്നതുമായി ബന്ധപ്പെട്ടിട്ട് എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. വലിയ വലിയ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയ സാഹചര്യങ്ങളുള്ള ആളുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സജനെ പോലെ ഒരു ഫ്രോഡ് വന്നിരുന്ന് ഇല്ല അലിഗേഷൻ പറഞ്ഞതിന്റെ പുറത്ത് ഇത്രയും ആളുകൾ പോലീസ് റെയ്ഡ്, ഇതുപോലെ ടെസ്റ്റ് റിപ്പോർട്ട് കാണിക്കുക, ഇതൊക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ മനുഷ്യനുണ്ടാകുന്നത് ഒന്ന് ആലോചിച്ച് നോക്കണം. അത് എന്തുകൊണ്ട് എന്നുള്ളത്. ഈ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വിഷയങ്ങളിൽ ഇടപെടുന്ന മനുഷ്യനെന്നുള്ള നിലയ്ക്ക് നമ്മളൊക്കെ ഇതെന്തിനാണ് ഫേസ് ചെയ്യേണ്ടി വരുന്നത്? ഇതുപോലുള്ള ഒരു സ്ത്രീയെ, ഈ ഫ്രോഡായ സ്ത്രീയെ, ഒരുപാട് ആളുകളെ ചീറ്റ് ചെയ്ത് കാശ് തട്ടിച്ച് ഇന്നും റസൂൽ പൂക്കുട്ടിയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ സ്ത്രീയെ ആണ് സപ്പോർട്ട് ചെയ്തത് ഞാൻ. ഈ സ്ത്രീയെ ഹെൽപ്പ് ചെയ്യാൻ പോയതിനാണ് ഞാൻ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, എൻ്റെ കുറേ സുഹൃത്തുക്കൾ ഇങ്ങനെ ചോദിച്ചു, ഞാൻ ഇത് ഏറ്റെടുത്തു. യെസ്, ഞാനത് ഏറ്റെടുത്തു. അപ്പോൾ ഇവൾ ഇവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞത് തെളിയിച്ച, ഇത് പ്രൂവ് ചെയ്ത, പോലീസ് തെളിയിക്കട്ടെ. പോലീസ് തെളിയിച്ച ക്ലിയർ ചിറ്റ് സർട്ടിഫിക്കറ്റ് ആണ് സജന കാണിച്ചത്. നീ ഒരു കാര്യം ചെയ്യ്, നീ പറഞ്ഞത് മാതിരി പബ്ലിക്കിൽ വന്ന് നീ അപ്പോളജി ചെയ്യാന്നോ, നീ നിന്റെ തെറ്റ് സമ്മതിക്കാന്നോ എന്തൊക്കെയോ പറഞ്ഞു. അപ്പോൾ എൻ്റെ വിഷയത്തിനകത്ത് ഞാൻ സജനയ്ക്കെതിരെ എഫ്ഐആർ ഇട്ടു. സജനയുടെ വിഷയം വളരെ കൃത്യമായി സജന മാനിപ്പുലേറ്റ് ചെയ്ത CM-നെ അറിയിച്ചു. ഞാൻ മുഖ്യമന്ത്രിയെ അറിയിച്ചു, അതുപോലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ അറിയിച്ചു, അതുപോലെ എക്സൈസ് മിനിസ്റ്ററെ ലിജു സാറിനെ ഒക്കെ പോയി കണ്ട് അവരുടെ അടുത്ത് കൃത്യമായി അവതരിപ്പിച്ച് എനിക്കുണ്ടായ പ്രശ്നത്തിന്മേൽ അവർ കൃത്യമായിട്ടുള്ള ആക്ഷൻ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പ് നൽകി. എനിക്ക് ത്രട്ടനുണ്ട്. ഇവള് ഞാൻ കൊടുത്ത കേസിലെ ആൾക്കാരുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ഗ്രൂപ്പായിട്ട് നിന്നിട്ട് എന്നെ സജന അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഫോൺ കോൾസും ത്രെട്ടണിങ്ങും, എന്നെ ഇറങ്ങി വരാനും, എന്നെ വെട്ടിക്കൊന്നളയോന്നോ വെട്ടിക്കീറിക്കളയോന്നോ എൻ്റെ കുടുംബത്തെ നശിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കോൾസൊക്കെ എനിക്ക് 23-ാം തീയതി ഉണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ ഞാൻ കൊണ്ടുപോയി FIR രജിസ്റ്റർ ചെയ്തു. സജനയ്ക്കെതിരെയും എന്നെ ത്രെട്ടൺ ചെയ്ത ആളിനെതിരെയും കൃത്യമായിട്ടുള്ള FIR മ്യൂസിയം പോലീസ് സ്റ്റേഷൻ എടുത്തിട്ടുണ്ട്. ഞാൻ അതുപോലെ തന്നെ ഫൈറ്റ് ചെയ്ത് ഞാനിപ്പോൾ ഡിഫമേഷൻ സ്യൂട്ട് ഫയൽ ചെയ്തിട്ടുണ്ട് കോടതി മുഖാന്തരം. അതേപോലെ തന്നെ ഞാൻ സൈബർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ സജനയായിട്ട് 2 വീഡിയോകൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനത് ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. റസൂൽ പൂക്കുട്ടി സജനയുടെ കൺക്ലൂഷൻ കൂടെ പറയാം. റസൂൽ പൂക്കുട്ടിയെ സജന നല്ല വൃത്തിക്ക് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അയാൾ പേടിച്ചിട്ടാണ് അയാൾ റിയാക്ഷനൊന്നും ഇടാതിരിക്കുന്നത്. മാത്രമല്ല അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ എന്തോ ഒരുപാട് ഹെൽപ്പ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്ത ഒരാൾ അയാൾ ഒരുപാട് ഉപദ്രവിച്ചു എന്നൊക്കെ ഉള്ളതിൽ അയാൾ ഭയങ്കര ഇതിലാണ്. അയാൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, എന്നോട് പറഞ്ഞ അയാളെ ഉപദ്രവിക്കരുത്, അയാളെ കുടുംബത്തിനെ ഉപദ്രവിക്കരുത്. സജന അയാളെ ഒരുപാട് വേദനിപ്പിച്ചു. സജന കാരണം അയാൾക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. അയാളുടെ ലൈഫേ മൊത്തത്തിൽ പോയിരിക്കുന്ന അവസ്ഥയാണ്. അയാൾ ഈ പറഞ്ഞത് മാതിരി വർക്ക് ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. അയാളിനി അയാളുടെ കുടുംബവും മറ്റും നോക്കി മുന്നോട്ട് പോവും. എനിക്ക് പറ്റിയ വലിയൊരു പാകപ്പഴിയും തെറ്റാണ് സജന എന്നൊക്കെ പറഞ്ഞു. എത്രത്തോളം വസ്തുത ഉണ്ടെന്നൊന്നും അറിയില്ല. അപ്പം അയാൾ എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞ കാര്യം കൂടി ഞാൻ നിങ്ങളൊന്ന് ബോധിപ്പിച്ചാണ്. സോ താങ്ക് യു ഗൈസ്, ബൈ. സജന തന്നെയാണ് അവർ രണ്ടുപേരുടെയും റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് പബ്ലിക്കിലേക്ക് ഇട്ടത്. അത് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തു. സോഷ്യൽ മീഡിയ ചർച്ച ചെയ്ത സമയത്ത് ഇവരൊരു 9 വീക്സ് പ്രഗ്നൻസി എന്ന് പറഞ്ഞിട്ട് ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോ അത് പബ്ലിക് ആവുകയും അതിൻ്റെ മേലിൽ ഇവിടെ എന്താ പറയുക, സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് അവരെ ചോദ്യം ചെയ്യാനൊക്കെ തുടങ്ങിയ സാഹചര്യത്തിൽ ആ വിഷയത്തിന്മേൽ ഫിറോസ് ഖാൻ, അതായത് സജനയുടെ ഹസ്ബൻഡ് പ്രതികരിച്ചത് ഇവർക്കെതിരെയുള്ള തെളിവുകളായിട്ടായിരുന്നു. റസൂൽ പൂക്കുട്ടിക്കെതിരെയും സജനയ്ക്കെതിരെയുള്ള വ്യാപകമായ തെളിവുകൾ വെച്ചിട്ടായിരുന്നു അവർ സോഷ്യൽ മീഡിയയിൽ വന്നത്. ആ തെളിവുകൾ അതായത് സുഹൃത്തുക്കൾ, സജനയുടെ സുഹൃത്തുക്കളായ ആളുകൾ ഫിറോസ് ഖാന് കൈമാറി. അതാണ് അവരുടെ പ്രശ്നമെന്നാണ് അവർ പൊതുസമൂഹത്തിന് മുമ്പിൽ അറിയിച്ചത്. എക്സാക്ട്ലി യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത് റസൂൽ പൂക്കുട്ടിയുടെ ഭാര്യയും ആയിട്ടുള്ള വിഷയത്തിൽ, അതായത് ഭാര്യയെ ഈ പറഞ്ഞതുപോലെ അവരിതൊക്കെ വല്ലതും അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു പ്രശ്നമുള്ള ആളാണ്, അവർക്ക് ആരോഗ്യസ്ഥിതി മോശമായിട്ടുള്ളൊരു സ്ത്രീയാണ്. അപ്പോൾ അവരിത് അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വല്ലതും പറ്റിപ്പോയി കഴിഞ്ഞാൽ നീ അതിന് സമാധാനം പറയണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവൾ എൻ്റെ അടുത്ത് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു, അവർക്ക് എന്ത് പറ്റിയാലും എനിക്കൊരു കുഴപ്പമില്ല, അവർ ചത്തുപോകണമെങ്കിൽ ചത്തുപോട്ടെ, അങ്ങനെ രീതിയിൽ അവരെൻ്റെ അടുത്ത് സംസാരിച്ചു. അവിടെയാണ് ഞാൻ ഈ സ്ത്രീയും തമ്മിൽ പ്രശ്നം യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഇവരുടെ ഭർത്താവ് അവരുടെ കുഞ്ഞിനെ യൂസ് ചെയ്തെന്ന് പറയും, അയാൾ വല്ല രീതിയിൽ ഇവളെ ഉപദ്രവിച്ചാലെന്നൊക്കെ ഉള്ള രീതിയിൽ അവൾ പറഞ്ഞു.
അപ്പം അതൊക്കെ ഭയങ്കര വലിയ രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പം അതെന്നെ നല്ല രീതിയിൽ ബാധിച്ചു. ഞാനത് റിയാക്ട് ചെയ്തു. അവിടെ വെച്ചിട്ട് അവരുടെ റിലേഷൻഷിപ്പ് സ്റ്റോപ്പ് ആവുകയാണ്. പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണ് ഈ സംഭവം വരുന്നത്. അതായത് ഈ പ്രഗ്നൻസി വരുന്നു, അത് ഫേക്ക് ആണെന്ന് പറയുന്നു. മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ സജന പരാതി കൊടുക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുന്ന ഈ ഫോട്ടോ ആരോ ഇത് ചെയ്തതാണെന്നും മോർഫ് ചെയ്തതാണെന്നും ഇത് അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ട് വന്നതാണെന്നൊക്കെയുള്ള രീതിയിലുള്ള പരാതി കൊടുത്തു. ശരിക്കും അവർ തന്നെയാണ് അത് ചെയ്തത്. ഇവരിങ്ങനെ റസൂൽ പൂക്കുട്ടിയെ ത്രട്ടൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോന്നിടും. അയാൾ വന്ന് എന്തെങ്കിലും ഡിമാൻഡ് ചെയ്യുന്ന സമയത്ത് അതിനങ്ങ് മാറ്റും. അയാളെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളാണിത്. ായിട്ടല്ല എനിക്ക് പ്രശ്നമുള്ളത്. എക്സാക്ട്ലി പ്രശ്നമുള്ളത് സജനയുമായിട്ടാണ്. സജനയാണ് എനിക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചത്. ഞാനൊരു MDMA ഉപയോഗിക്കുന്ന ആളാണ്. ഞാനൊരു MDMA കാരിയറാണ്. അതുപോലെ ഞാൻ MDMA കുട്ടികൾക്ക് കൊടുക്കുന്നു, അവർക്ക് തിന്നാൻ കൊടുത്തു, ബിഗ് ബോസ് താരങ്ങളുമായി അവരുടെ വീട്ടിൽ പോയിരുന്നു എന്നൊക്കെയുള്ളതായിരുന്നു അവരെനിക്കെതിരെയുള്ള ആരോപണം. ഈ ആരോപണത്തിൻ്റെ പേരിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സോഷ്യൽ മീഡിയയിൽ സൈബർ ഇടങ്ങളിലൊക്കെ എനിക്ക് വളരെ വലിയ രീതിയിൽ വ്യാപകമായിട്ടുള്ള ബുള്ളിങ് നേരിടേണ്ടി വന്നു. ഇതൊന്നും ഐ തിങ്ക് ഒരു 2 ദിവസം എൻ്റെ ഒരു അവസ്ഥ വല്ലാത്തൊരു സാഹചര്യമായിരുന്നു. പിന്നെ ആ സമയം മുതലാണ് ഞാൻ ഇവർക്കെതിരെ ഈ ആരോപണത്തിനെതിരെ പരാതി കൊടുത്തതും. കാരണം ഇവർ പറഞ്ഞതുപോലെ ഒരു മാനിപ്പുലേറ്റഡ് കഥ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. ഒരു പുതിയ രീതിയിൽ അവർ വരുന്നു, അവർ പെട്ടെന്നൊരു കാര്യം പറയുന്നു, അത് സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുന്നു. അവരുടെയും റസൂൽ പൂക്കുട്ടിയുടെയും പേഴ്സണലായിട്ടുള്ള കാര്യം മറയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവർ ഇങ്ങനൊരു ആരോപണം എനിക്കെതിരെ ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ശ്രദ്ധ എന്നിലേക്ക് വരികയും അത് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തു. സോഷ്യൽ മീഡിയ ചർച്ച ചെയ്ത സമയത്ത് ഇവരൊരു 9 വീക്സ് പ്രഗ്നൻസി എന്ന് പറഞ്ഞിട്ട് ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോ അത് പബ്ലിക് ആവുകയും അതിൻ്റെ മേലിൽ ഇവിടെ എന്താ പറയുക, സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് അവരെ ചോദ്യം ചെയ്യാനൊക്കെ തുടങ്ങിയ സാഹചര്യത്തിൽ ആ വിഷയത്തിന്മേൽ ഫിറോസ് ഖാൻ, അതായത് സജനയുടെ ഹസ്ബൻഡ് പ്രതികരിച്ചത് ഇവർക്കെതിരെയുള്ള തെളിവുകളായിട്ടായിരുന്നു. റസൂൽ പൂക്കുട്ടിക്കെതിരെയും സജനയ്ക്കെതിരെയുള്ള വ്യാപകമായ തെളിവുകൾ വെച്ചിട്ടായിരുന്നു അവർ സോഷ്യൽ മീഡിയയിൽ വന്നത്. ആ തെളിവുകൾ അതായത് സുഹൃത്തുക്കൾ, സജനയുടെ സുഹൃത്തുക്കളായ ആളുകൾ ഫിറോസ് ഖാന് കൈമാറി. അതാണ് അവരുടെ പ്രശ്നമെന്നാണ് അവർ പൊതുസമൂഹത്തിന് മുമ്പിൽ അറിയിച്ചത്. എക്സാക്ട്ലി യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത് റസൂൽ പൂക്കുട്ടിയുടെ ഭാര്യയും ആയിട്ടുള്ള വിഷയത്തിൽ, അതായത് ഭാര്യയെ ഈ പറഞ്ഞതുപോലെ അവരിതൊക്കെ വല്ലതും അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു പ്രശ്നമുള്ള ആളാണ്, അവർക്ക് ആരോഗ്യസ്ഥിതി മോശമായിട്ടുള്ളൊരു സ്ത്രീയാണ്. അപ്പോൾ അവരിത് അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വല്ലതും പറ്റിപ്പോയി കഴിഞ്ഞാൽ നീ അതിന് സമാധാനം പറയണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവൾ എൻ്റെ അടുത്ത് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു, അവർക്ക് എന്ത് പറ്റിയാലും എനിക്കൊരു കുഴപ്പമില്ല, അവർ ചത്തുപോകണമെങ്കിൽ ചത്തുപോട്ടെ, അങ്ങനെ രീതിയിൽ അവരെൻ്റെ അടുത്ത് സംസാരിച്ചു. ഇത് യഥാർത്ഥത്തിൽ നടന്ന കാര്യങ്ങളാണ് ഞാൻ പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് റസൂൽ പൂക്കുട്ടിയെ പോലെ ഒരാൾ നമ്മളിൽപ്പെട്ട പലരോട് സംസാരിച്ചിരിക്കുന്ന കുറേ പോയിന്റുകളുണ്ട്. അതായത് അയാളുടെ അടുത്ത് നിന്ന് 40 ലക്ഷം രൂപ ഇതിനോടകം അവർ വാങ്ങിച്ചു, അയാളെ ഉപദ്രവിച്ചു, അയാളെ ഇതേപോലെ ഭീഷണിപ്പെടുത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ ഇട്ടത്. പക്ഷേ ഒരു സമയത്ത് അയാൾക്ക് എന്തോ ഈ ത്രെട്ടണിങ്ങിനൊക്കെ, അവളുടെ ത്രെട്ടണിങ് ഭയന്നിട്ട് അവൾക്കൊപ്പം നിൽക്കേണ്ട സാഹചര്യം വന്നു. ഇന്ന് അയാൾക്ക് പ്രതികരിക്കാൻ പോലും പറ്റാതിരിക്കുന്നത് അവളുടെ ത്രെട്ടണിങ്ങിനെ പേടിച്ചുകൊണ്ടാണ്. അപ്പം ഇതുവരെയ്ക്കും ആരും സംസാരിച്ചില്ല. ഞാൻ 2 ദിവസം മുമ്പ് അയാളുടെ അടുത്ത് സംസാരിക്കുമ്പോഴത്തേക്ക് അയാൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, എനിക്ക് പ്രശ്നമുണ്ട്, കാരണം ഇവള് എന്തെങ്കിലും സൂയിസൈഡ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞൊക്കെ അയാളെ പേടിപ്പിക്കുന്നു, ഭീഷണിപ്പെടുത്തുന്നു. ഒന്നത്തെ കാര്യം, ഇവർ തമ്മിലുള്ളതിനകത്ത് പണമിടപാട് നടന്നിരിക്കുന്നു, കൺസെന്റ് റിലേഷൻഷിപ്പ് നടന്നിരിക്കുന്നു. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവൾ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് പരാതി കൊടുക്കുമോ, അല്ലെങ്കിൽ അവൾ സൂയിസൈഡ് ചെയ്യുമോ എന്നുള്ള പരാതി കൊടുക്കുമോ എന്നൊക്കെ ഉള്ളത് കൊണ്ടിട്ട് അയാൾ അതിൽ പാനിക്കായി നിൽക്കണം എന്ന് പറയുന്നതിനകത്ത് ലോജിക്കില്ല. അതുപോലെ ഇത്രയും വലിയൊരു കലാകാരന് ഇതിനെ പറ്റിയിട്ടൊക്കെ ഉള്ളൊരു ബോധമില്ലേ? അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയത് ഇപ്പം അയാളുടെ കുടുംബമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒതുങ്ങിയിരിക്കണമെന്ന് തോന്നുന്നു. അയാളെ ഞാൻ നല്ലതൊന്നും പറയുന്നില്ല, അയാൾ ഇതിനകത്ത് പെട്ടിട്ടുണ്ട്. പക്ഷെ അത് അയാൾക്കൊരു ആവശ്യം തന്നെയാണ്. കാരണം അയാൾ ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്പുകളെ എടുക്കുമ്പോഴത്തേക്ക് അയാൾ ചൂസ് ചെയ്ത് അയാൾക്ക് എടുത്തൂടെ? അയാളുടെ അടുത്ത് വന്ന് സഹകരിക്കുന്ന പോലും, സജനയുടെ അടുത്ത് കമ്പനി ആവുന്നത് പോലും സജനയും ഫിറോസ് ഖാനും ഡിവോഴ്സായി എന്ന് പറഞ്ഞാൽ വരുന്നത്. അതുകൊണ്ട് ഇവരുടെ ഇടയിലെ പ്രശ്നം അറിയത്തില്ല. പക്ഷെ ഇവൾ പറഞ്ഞിട്ടുള്ളത് ഫിറോസ് ഖാൻ അബ്യൂസ് ചെയ്തു, ഫിറോസ് ഖാൻ ഉപദ്രവിച്ചു, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ. പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അങ്ങനെ ഒരു കാര്യം ഉണ്ടായെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവൾ പ്രശ്നങ്ങൾ കൂടുതൽ ഗൗരവമായിക്കൊണ്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത്, അതായത് ഇവൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ടിവിറ്റികൾ, ഇല്ലീഗലായിട്ടുള്ള ആക്ടിവിറ്റികൾ മറയ്ക്കാൻ വേണ്ടി നമ്മളെപ്പോലുള്ള ആളുകളെ കരുവാക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇവർ പർപ്പസായിട്ട് ഇവരുടെ ഭർത്താവിനെയും ഇവരെ ഉപദ്രവിക്കുകയാണെന്നും ഇവരുടെ ഭർത്താവിനെയും ഇവർ ചൂഷണം ചെയ്യുകയാണെന്നൊക്കെ ഉള്ള രീതിയിൽ നമുക്ക് മനസ്സിലായത്. അവർ തമ്മിലുള്ള പ്രശ്നങ്ങളെ പറ്റിയിട്ട് നമുക്ക് ആർക്കും അറിയില്ല, അത് അവർക്ക് മാത്രമേ അറിയുള്ളൂ. ബട്ട് ഫിറോസ് ഖാൻ സംസാരിച്ചിരിക്കുന്നത് അവർ തമ്മിൽ ഒരു പ്രശ്നവുമില്ല, ഇതേപോലെ തന്നെയായിരുന്നു. പുള്ളിക്കാരൻ്റെ റിലേഷൻഷിപ്പ് ആയതിനു ശേഷവും പല ആളുകളുമായിട്ട് അവർക്ക് ബന്ധമുണ്ടായിരുന്നു. ഇതൊക്കെ ചോദ്യം ചെയ്തതിൻ്റെ പേരിൽ അയാൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ടെന്നൊക്കെയാണ് അയാൾ സംസാരിക്കുന്നത്. ഇപ്പം അയാളുടെ മകനെ പോലും
അവൾ കാണിക്കുന്നില്ല, അത്രയ്ക്കും വലിയ ക്രൂരതയൊക്കെയാണ് കാണിക്കുന്നതെന്നാണ് അയാൾ പറയുന്നത്. പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ ജീവനും സ്വത്തിനും സുരക്ഷ ഏർപ്പെടുത്തുക എന്നുള്ളതാണ്. കാരണം എനിക്ക് ത്രെട്ടണിങ് ഉണ്ടായിട്ടുണ്ട്. ജൂൺ 6 സജൻ എന്നെ ഫോൺ ചെയ്തിട്ടുണ്ട്. ജൂൺ 23 എൻ്റെ പഴയ കേസിലൊരു പ്രതി എന്നെ വിളിച്ചിട്ടുണ്ട്. ഇവരുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് എന്നെ ത്രെട്ടൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ. അപ്പം അതിനെപ്പറ്റി സംസാരിച്ചു, അതിൻ്റെ സുരക്ഷ ഏർപ്പെടുത്താമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലേക്ക് വന്ന അനധികൃതമായിട്ടുള്ള അനാവശ്യമായിട്ടുള്ള റെയ്ഡുകളെ പറ്റിയിട്ടുള്ള അന്വേഷണം അവരെന്തായാലും കൃത്യമായിട്ട് നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. പല സുഹൃത്തുക്കൾക്കും ഇത് പ്രശ്നമായിട്ട് വന്നിട്ടുണ്ടെന്നും അവരുടെയൊക്കെ വീടുകളിൽ ഇത് സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് മുഖ്യമന്ത്രി ശ്രദ്ധപ്പെടുത്തി. അത് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയുടെ അടുത്തും പെടുത്തിയിട്ടുണ്ടായി. അതുപോലെ എക്സൈസ് വകുപ്പ് മന്ത്രിയുടെ അടുത്തും അത് ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തി. ഇവരൊക്കെ പോയി കണ്ട് ഇതിൻ്റെയൊക്കെ പ്രൂഫും കാര്യങ്ങളും വെച്ചിട്ടാണ് ഞാൻ വന്ന് സംസാരിക്കുന്നത്. കുട്ടിയായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരുപാട് ആളുകൾക്ക് ഇവള് ഫോൺ ചെയ്ത് തെറി വിളിച്ചിട്ടുണ്ട്. സജന അയാളുടെ ഫോൺ ടാപ്പ് ചെയ്യുക, അയാളുടെ വാട്സപ്പ് അവളുടെ മൊബൈലിലേക്ക് ആക്കുക, എന്നിട്ട് ആളുകളെ വിളിക്കുക, തെറി വിളിക്കുക, അങ്ങനെ കുറേ സംശയത്തിൻ്റെ പുറത്ത് അയാൾ ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിലൊരു പിടലൊക്കെ ശരിക്കും പെട്ടിട്ടുണ്ട്. പക്ഷെ അയാളും കൂടെ നിന്നുകൊണ്ടാണ് സുഹൃത്തുക്കളായ നമുക്കെതിരെയും ആദ്യം നിന്നെന്നുള്ളതാണ്. ഇപ്പോഴാണ് അയാൾക്ക് അതിൻ്റെ സാഹചര്യങ്ങൾ മനസ്സിലാവുന്നത്. അയാൾ പെട്ടു എന്നുള്ളത് അയാൾ പേഴ്സണലി പോലും സംസാരിച്ചു. അയാളുടെ ഫാമിലിയൊക്കെ സംസാരിച്ചു. അവരൊക്കെ വല്ലാത്തൊരു കഷ്ടത്തിലാണുള്ളത് ശരിക്കും ഇവർ കാരണം. ഇത് റസൂൽ പൂക്കുട്ടി ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല എന്ന് എല്ലാവരും പറയുന്നു. പ്രതികരിക്കാത്തതിൻ്റെ കാരണം അവളുടെ ഭീഷണി തന്നെയാണ്. അവളിപ്പോഴും അയാളെ ഭീഷണിപ്പെടുത്തി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് എക്സ്ക്ലൂസീവായിട്ട് എനിക്ക് പറയാനുള്ളത് ആളുകളുടെ മുമ്പിൽ. അയാൾ നിസ്സഹായനായിട്ട് അവസ്ഥയിലാണ് ഇപ്പോഴും ഉള്ളത്. ഏത് നിമിഷവും അയാൾക്കും ത്രെട്ടണിങ് ഉണ്ടാവാന്നുള്ള രീതിയിലാണ് അയാളും എക്സ്പെക്ട് ചെയ്തിരിക്കുന്നത്. പക്ഷെ അയാൾ ഹീസ് UK, അയാളുടെ വൈഫിൻ്റെ ഒപ്പമാണുള്ളത്. അയാളുടെ കണ്ടീഷൻസും കുറച്ച് കോംപ്ലിക്കേഷൻസ് ആണ്. അതാണ് ഞാൻ മനസ്സിലാക്കിയത്.